പ്യൂബേർട്ടി കഴിഞ്ഞിട്ട് ഹൈറ്റ് ഇൻക്രീസ് പോസിബിൾ ആണോ? പോസിബിൾ ആണ് എന്നുള്ളതാണ് സയൻറ്റിഫിക് ആയുള്ള സത്യം. ബോൺസിൽ സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബോൺ ഗ്രോ ചെയ്യും. സ്ട്രെസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ സ്ട്രെസ് ഉണ്ട്. ഒന്ന് ഹോർമോണൽ സ്ട്രെസ്, ഒന്ന് മെക്കാനിക്കൽ സ്ട്രെസ്. നമ്മുടെ ബോഡിയിൽ എങ്ങനെ മെക്കാനിക്കൽ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് പറയാൻ പോകുന്നത്. മെക്കാനിക്കൽ സ്ട്രെസ് വഴി നിങ്ങൾക്ക് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സൈക്ലിംഗ് ആണ്. നിങ്ങൾ ഡെയിലി 10 മിനിറ്റ് സൈക്കിൾ ചെയ്യുക. സീറ്റിൽ നിന്ന് പെഡലിലേക്ക് കാലുകൾ നല്ല രീതിയിൽ സ്ട്രെച്ച് കിട്ടുന്ന ഒരു രീതിയിലാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കാലുകളിൽ സ്ട്രെച്ചിങ് ഉണ്ടാവുകയും ഈ സ്ട്രെച്ചിങ് ഹൈറ്റ് ഇൻക്രീസിന് സഹായിക്കുകയും ചെയ്യും. ഒരാഴ്ച കഴിയുമ്പോൾ 1/4 ഇഞ്ച് ഹൈറ്റ് സീറ്റിൽ ഇൻക്രീസ് ചെയ്യുക. എല്ലാ ദിവസവും 10 മിനിറ്റ് ഇങ്ങനെ നിങ്ങൾ സൈക്കിൾ ഔട്ടുക. ഇങ്ങനെ ഡെയിലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാലുകളിൽ മൈക്രോ ഫ്രാക്ചേഴ്സ് ഉണ്ടാവും. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഫുട്ബോളോ സ്പ്രിന്റിങ്ങോ ചെയ്യുന്നതോ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇതിനുശേഷം നിങ്ങളുടെ കാലുകളിൽ അല്പം ഭാരമുള്ള ആംഗിൾ വെയിറ്റ്സ് കെട്ടിക്കൊണ്ട് നിങ്ങളുടെ കട്ടലിൻ്റെ മുകളിൽ കയറി കാല് താഴോട്ടിട്ടിരിക്കുകയോ കിടക്കുകയോ ചെയ്യുന്നത്. നിങ്ങളുടെ കാലുകൾ സർഫേസിൽ മുട്ടരുത്. എന്നിട്ട് നിങ്ങൾ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. 1 മണിക്കൂർ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഷിൻ ബോൺസിലെ മൈക്രോ ഫ്രാക്ചേഴ്സ് ഹീലായിട്ട് അത് വീണ്ടും റീഗ്രോ ചെയ്തു വരുന്നു. സോ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യും. ഹൈറ്റ് ഇൻക്രീസിനെ കുറിച്ച് കൂടുതൽ അറിയണോ? ഹൈറ്റ് ട്രെയിനിങ് ആവശ്യമുണ്ടോ? എങ്കിൽ എനിക്ക് DM ചെയ്യൂ. കൃഷ്ണ ലവ്സ് യു.